പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പം സ്തോത്രം, സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ആഴ്ച സരണ പാസ്റ്റർ മെസ്സേജ് പറയേണ്ട കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് എസെക്കിയേലിൻ്റെയാണ് മനസ്സിൽ വന്നത്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ആ വചനം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വചനമാണ്. അലൈവ് ആൻഡ് ആക്റ്റീവ് എന്ന് തന്നെ പറയും കുറേ പ്രാവശ്യം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എസെക്കിയേൽ 37 ഒന്ന് ആരെങ്കിലും ഒന്ന് വായിക്കോ? എസെക്കിയേൽ 37. ഇതിനോടനുബന്ധിച്ച് ടെസ്റ്റ് മണി എന്ന് എനിക്ക് പറയാനാണ്. പ്രൈസ് ലോർഡ്. 2017 മോളുടെ ജൂറി ആയിരുന്നു. മോളുടെ ജൂറിക്ക് ഞങ്ങൾ കോളേജിലേക്ക് പോകാനിരിക്കുക. ആ സമയത്ത് അവളുടെ ലാപ്ടോപ്പിൽ കംപ്ലീറ്റ് ഡെഡായി. കേൾക്കാൻ പറ്റുന്നില്ല? ഹലോ, പ്രൈസ് ലോർഡ്. 2017 മോള് ആർക്കിടെക്ചറാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എക്സാമാണ് അന്ന്. അവൾക്ക് തീസിസിൻ്റെ എക്സാം കൂടിയാണ്, ജൂറി ഉണ്ട് അന്ന്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ പോണ സമയത്ത് അവൾ പറഞ്ഞു, അമ്മ എനിക്കിനി കോളേജിൽ പോകാൻ പറ്റില്ല, കാരണം എൻ്റെ ലാപ്ടോപ്പ് കംപ്ലീറ്റ് ഡെഡായി. ഇനി ഞാൻ പാസ്സാവില്ല. അപ്പം ഞാൻ പറഞ്ഞു സാരില്ല, നമുക്ക് പോവാം. ടാക്സി വന്നു, നമുക്ക് എന്തെങ്കിലും പോവാം. ഞാൻ ഇല്ല, അവള് പറഞ്ഞു എന്ത് ചെയ്യാനാ ഞാൻ? ഇല്ല, നമുക്ക് പോവാം, ദൈവത്തിൽ ഏൽപ്പിക്കാം. അപ്പോൾ ഇതേപോലെ അതാണ് ഈ എസെക്കിയേൽ. അപ്പോൾ ഞാൻ ഈ എസെക്കിയേലിൻ്റെ പല പ്രാവശ്യവും ഞാൻ ഇത് വായിക്കുമ്പോൾ ഒക്കെ എനിക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞങ്ങൾ കാറിൽ കയറിയിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് എസെക്കിയേലിൻ്റെ പറഞ്ഞതുപോലെ അസ്ഥികളുടെ താഴ്വാരത്തിലാണ് ദൈവം എസെക്കിയേലിനെ കൊണ്ടിറക്കിയത്. അതേപോലെ തന്നെയായിരുന്നു ഈ ലാപ്ടോപ്പിൻ്റെ കണ്ടീഷനും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മോളെ നമുക്ക് അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ പ്രൈസ് ദ ലോർഡ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ആ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയൊരു ഇതല്ല, അത്രയും ശക്തിയായിട്ടുള്ളൊരു വാക്ക് ആ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞത്. ആ പ്രൈസ് ദ ലോർഡ്. പിന്നെ വചനം ഇറ്റ് ഈസ് അലൈവ് ആൻഡ് ആക്റ്റീവ്. ദാവീദ് ഗോലിയാത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ 5 കല്ല് കൊണ്ടാണ് പോയത്. ഈ 5 കല്ല് മാത്രം, വേറെ ഒന്നുമില്ല. ഹെൽമെറ്റും ഇല്ല, ആമറും ഇല്ല, ഒന്നുമില്ല. ഗോലിയാത്തിൻ്റെ കയ്യിൽ മേത്താണെങ്കിൽ എല്ലാ ആയുധങ്ങളും ആമറും ഹെൽമെറ്റും എല്ലാം ഉണ്ട്. പക്ഷെ ദാവീദ് പോയത് വിശ്വാസത്തോടുകൂടി, ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടിയാണ് പോയത്. ഈ 5 കല്ല് യേശു നാമത്തിൽ, one is in the name of Jesus Christ, then the word of God, then the prayer, then the blood of Jesus Christ, and praise the Lord. ഈ 5 കല്ലാണ്. ഈ praise the Lord പറയുമ്പോൾ തന്നെ അവിടെ ആ സിറ്റുവേഷൻ കണ്ട് നമ്മൾ പേടിക്കുന്നില്ല, നമുക്ക് സംശയം വരുന്നില്ല. ഈ പ്രൈസ് ലോർഡ് പറയുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ശത്രുവാണ് the enemy is fleeing from us, seeing our faith and confidence in God. So in the name of Jesus Christ, he threw that 5 pebble കറക്കി എറിഞ്ഞ് അത് ദാവീദ് എങ്ങോട്ട് തിരിഞ്ഞാലും, നേരെ ആയാലും ലെഫ്റ്റിലേക്കായാലും റൈറ്റിലേക്ക് തിരിഞ്ഞാലും ആ കല്ല് വെച്ച് എറിഞ്ഞപ്പോഴാണ് കറക്റ്റ് പോയിന്റിൽ വന്ന് വീണത്. അതേപോലെ നമ്മൾ ഈ വചനം, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നില്ല, എസെക്കിയേൽ 37:14, breathe on them and bring them back to life. ദൈവം ആജ്ഞാപിച്ചു, breathe on them. ആ അസ്ഥികൾ, ഫ്ലഷ് വന്നു, മസിൽസ് വന്നു, വെയിൻസ് വന്നു, എല്ലാം വന്ന് കഴിഞ്ഞ്, പക്ഷെ ശ്വാസമില്ല. നീ നിശ്വസിക്ക്, യു ബ്രീത് ഓൺ ദം ആൻഡ് ബ്രിങ് ദം ബാക്ക് ടു ലൈഫ്. അപ്പോഴാണ് എല്ലാം നമ്മളോട് പ്രവചിക്കാൻ എസെക്കിയേലിൻ്റെ അടുത്ത് പറഞ്ഞ ദൈവം. അതേപോലെ ആ എസെക്കിയേലിൻ്റെ അടുത്ത് പ്രവചിക്കുന്ന അത് തന്നെയാണ് നമ്മുടെ അടുത്തും പ്രവചിക്കാൻ പറയുന്നത്. ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൻ us the authority in Luke 10:19.
I have given you the authority to tread upon snakes and scorpions and over all the power of the enemy. On all the power of the enemy. ഇപ്പോൾ ഇവിടെ മോളുടെ ഈ എക്സാമിന് പോകുമ്പോൾ ഈ ലാപ്ടോപ്പിലാണ് അവളുടെ എല്ലാ ഡീറ്റെയിലും. ആ എല്ലാ ഡീറ്റെയിലും അവള് വേറെ ഹാർഡ് കോപ്പിയോ ഒന്നുമില്ല, ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവള് നമ്മളെ ഒന്ന് പേടിപ്പിക്കുകയാണ്. നമ്മുടെ ആ വിജയം വരാൻ പോകുന്നത് അവനെ സഹിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ലോകത്ത് ഓരോ ന്യൂസ് കേൾക്കുമ്പം അവൻ്റെ സമയം കഴിഞ്ഞു തുടങ്ങി, അതിൻ്റെ ബഹളമാണ് ഇപ്പോൾ അവിടെ ന്യൂസിൽ കേൾക്കുന്ന ഓരോ പ്രശ്നങ്ങളും. അപ്പം ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂ ടു സേ പ്രൈസ് ലോർഡ് ആൻഡ് ഹോൾഡിങ് ഓൺ ടു Ezekiel 37:14. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 10 minutes ആയിട്ടുണ്ടാവും ലാപ്ടോപ്പ് ഓണായി. അപ്പോൾ ജീവനുള്ളത് മാത്രമല്ല, a device, electronic device also obeys the word of God. അതാണ് ദൈവം അവിടെ അസ്ഥികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എസെക്കിയലിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോ ഡ്രൈ സിറ്റുവേഷനും. അതുകൊണ്ടാണ് എനിക്ക് ഈ എസെക്കിയലാണ് എനിക്ക് ഈ സർജറിക്കും ധൈര്യം തന്നത്. ദിസ് ഇസ് എ ഡ്രൈ സിറ്റുവേഷൻ, ദാറ്റ് വാസ് മൈ ഡ്രൈ സിറ്റുവേഷൻ. ആ സർജറി പെട്ടെന്ന് 3-ാം തീയതി പറയുന്നു ഇത് ഉടനെ സർജറി ചെയ്യണം, 8-ാം തീയതി ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ആ സിറ്റുവേഷനിൽ ഈ അസ്ഥികൾക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുന്നത്, അസ്ഥികൾക്ക് ജീവൻ കൊടുത്ത ദൈവത്തിന് എന്നെ സൃഷ്ടിച്ച് ജീവനുള്ള എൻ്റെ ആ ഭാഗത്ത് ദൈവം ഒന്ന് വിശ്വസിക്കുകയേ വേണ്ടൂ. അപ്പോൾ എന്നിൽ മാത്രമല്ല ഈ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ വചനം വെച്ചിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ്, നഴ്സുമാർ, ഇക്വിപ്മെൻറ്റ്സ്, മരുന്ന് എല്ലാത്തിലും, ആ ഹോസ്പിറ്റലിൽ എല്ലായിടത്തും വിശ്വസിക്കാൻ പറഞ്ഞു. അതേപോലെ ഈ മോളുടെ കാര്യത്തിലും ഞങ്ങൾ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞ് അവൾ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾക്ക് പ്ലോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവിടെ 3 മണിക്കൂർ അവിടെ കോളേജിലെത്തി. 3 hours ഉണ്ട്. ഈ 3 hours I was just saying praise the Lord. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, അവിടെ എത്രയോ മാലാഖമാരുണ്ട് സ്വർഗത്തിൽ, ഒരു മാലാഖവിനൊന്ന് വിടുമോ എന്ന് പറഞ്ഞു. അപ്പം മോൾ അവിടെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു ദൂരത്തുനിന്ന് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കുട്ടി അവിടെ നിന്ന് വരുന്നു. ആ കുട്ടി വന്നിട്ട്, എന്താ എൻ്റെ ഇവിടെ നിൽക്കണം? അപ്പം ആ കുട്ടിയെ ഞാൻ മോളെ ഫസ്റ്റ് ഇയർ ചേർക്കാൻ പോയപ്പോൾ ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിൽ ഈ കൊച്ച് എൻ്റെ അടുത്ത് വന്നത്, എന്താ? അപ്പം ഞാൻ മോൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലാണ് ഇരിക്കുന്നത്. പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സമയമായി, അവളുടെ റോളപ്പിൻ്റെ സമയമായി, കോളേജിലെത്തണം എന്ന് പറയാം. അപ്പം ഇല്ല, ഓക്കെ അനീഷ മാറി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഇതൊക്കെ ശരിയാക്കി കൊടുത്തു. അപ്പോഴേക്കും ഓരോരുത്തർ അനീഷയുടെ സമയം അവിടെ വിളിച്ചില്ലെങ്കിൽ ആൾക്ക് എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മോളെ ചെയ്തോ, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മതി, അമ്മ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഇത് എനിക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രൈസ് ദ ലോർഡ് ആൻഡ് Ezekiel 37:14. അത് കഴിഞ്ഞ് അവളുടെ റോളപ്പിനെ കേട്ടും അവളുടെ സമയം 2 മണിയായിരുന്നു. പക്ഷെ 3:30-ക്കാണ് അവൾ പോയത്. പക്ഷെ ആ 3:30-ക്ക് 3:30-ക്ക് മുമ്പ് പോയ കുട്ടികൾ ലേറ്റ് ആയിരുന്നവൻ അവർ വഴക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ ഇവള് പോയപ്പോൾ 3:30-ക്കാണ് പോയത്. അവളുടെ കൂടെയും വേറെ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്കും ഇവൾക്കും അവിടെ പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. അവർ എല്ലാം സബ്മിറ്റ് ചെയ്യാനും ശ്രമിച്ചു, എല്ലാം ഭംഗിയായിട്ട് തീർക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഹൗ വെൻ വി ഡിപ്പെൻഡ് ഓൺ ഗോഡ് ആൻഡ് വെൻ ദൈവത്തിൽ നമ്മൾ ആ ശക്തിയായ ഭുജം നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്ന ഈ വചനം തന്നെ കയറണം. ആ വചനത്താലാണ് ഈ ലോകം തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നത്. ഈ ഭൂഗോളം ഒരു വചനത്തിൻ്റെ ഇതിലാണ്. അതാണ് ഹീബ്രു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Thank you, Jesus. Hebrew 1:3. He reflects the brightness of God's glory and is the exact likeness of God's own being, sustaining the universe with his powerful word. അപ്പം ആ വചനം നമ്മൾ അത് കയറും തോറും നമ്മുടെ അകത്ത് കയറുന്നത്, നമ്മുടെ അകത്തുള്ള ആ ഡാർക്ക്നെസ് മാറി കർത്താവിൻ്റെ ദൈവമേ യേശുവേ സ്തോത്രം കർത്താവേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആഫ്റ്റർ കർത്താവിൻ്റെ ആ ഇമേജാണ് നമ്മളിലും പകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് എല്ലാ ദിവസവും എവ്രി ഡേ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം
ഭക്ഷണം കഴിക്കും. 2 ദിവസം മുമ്പ് കഴിച്ചു എന്ന് തലേദിവസം കഴിച്ചുകൊണ്ട് നമ്മൾ കഴിക്കാതിരിക്കില്ല, പിറ്റേ ദിവസം കഴിക്കാതിരിക്കില്ല. അതേപോലെ തന്നെ വചനം എല്ലാ ദിവസവും റിന്യൂ ഇറ്റ്. ഓരോ ദിവസം നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തുള്ള ആ ശക്തി ഓൾസോ ഇസ് ഗെറ്റിംഗ്, റിന്യൂഡ് ആണ്. സ്പിരിച്വൽ ഗ്രോത്ത് ഇസ് കൂടി വരുന്നു. അപ്പോൾ അപ്പോൾ ഇവിടെ പറയുന്നത്, ആഫ്റ്റർ അച്ചീവിങ് forgiveness for the sins of the mankind, he sat down in heaven at the right hand side of God, the supreme power. അപ്പോൾ ആ ദൈവത്തിൻ്റെ ബ്രൈറ്റ്നെസ്, റേഡിയൻസ് ആണ് നമ്മളിലോട്ടും ഷൈൻ ചെയ്യുന്നത്. അപ്പോൾ വെൻ വി yield our life, നമ്മുടെ ജീവിതം, when we give it to him and completely surrender to him, ആ സമയത്താണ് നമ്മൾ ആ ദൈവത്തിൻ്റെ കൃപ നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാനും പറ്റുന്നത്. In Hebrew 1:10-11, he also said, "You, Lord, in the beginning created the earth, and with your own hands you made the heavens. They will disappear, but you will remain. They will be changed like clothes, but you are always the same, and your life never ends." അപ്പോൾ നമ്മൾ ആ വചനത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ വചനം മാത്രമേ നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ലോകത്തിലെ വചനം ശ്രദ്ധിക്കാതെ ഈ ദൈവത്തിൻ്റെ ഈ വചനം, ആദിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, ആൻഡ് വചനം ദൈവമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല സിറ്റുവേഷൻസും പല ഹേർട്ടാണല്ലോ അതിങ്ങനെ വളർന്ന് അത് ബോട്ടിലപ്പ് ചെയ്യുമ്പോഴാണ് പല ആങ്കർ, ജലസി അതെല്ലാം വരുന്നത്. അപ്പം അതാണ് ഇവിടെ പാസ്റ്റർ പറഞ്ഞ ഫിലിപ്പിയൻസ് 4:6, "Don't worry about anything, but in all your prayers ask God for what you need, always asking him with a thankful heart." അപ്പോൾ ദൈവം, ജീസസും ശിഷ്യന്മാരും ഒരിക്കലും ദൈവമേ അത് വേണം, അപ്പോൾ ദൈവമേ സുഖപ്പെടുത്തണേന്നല്ല പറഞ്ഞത്. എപ്പോഴും അവർ ദൈവം പറഞ്ഞത്, "Thank you Lord for healing him. Thank you Lord for multiplying, ഫുഡ് ബ്ലസ് ചെയ്തത്. താങ്ക് യു ഫോർ ബ്ലസ്സിങ് ദിസ് ഫുഡ്." ഇങ്ങനെയാണ് എപ്പോഴും ജീസസും ശിഷ്യന്മാരും പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് അപ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ ആ വചനം അത്രയും ശക്തിയും മാറാത്ത വചനമാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയിൽ നമുക്ക് വി ക്യാൻ സ്പീക്ക് ഔട്ട് ആൻഡ് ബർത്ത് എ മിറക്കിൾ. അവിടെ അത്ഭുതം പ്രവർത്തിക്കും. അപ്പം എൻ്റെ ഈ സർജറിയുടെ ഇത് എൻ്റെ കുറച്ച് പേർക്ക് അറിയാം. അപ്പം ഇത്രയും മിറക്കിൾ തന്നെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ 2 ദിവസം മുമ്പ് ശുഭ സിസ്റ്ററുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഞങ്ങളെ അറിയുന്ന ഒരു എഞ്ചിനീയർ, അവിടെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞു, "മാഡം ഒന്ന് അത്യാവശ്യമായിട്ട് എൻ്റെ അങ്കിള് ക്യാൻസർ സർവൈവറാണ്, പിന്നെ 3 സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ഒരു സർജറി, നല്ല മേജർ ഓപ്പറേഷനാണ്. പക്ഷേ 80% നോ ആണ്, ജീവിക്കോ ഇല്ലയോ, ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവുന്ന ഉറപ്പില്ല. ഓൺലി 20% ഇതുള്ളൂ, ഹോപ്പുള്ളൂ. മാഡം ഒന്ന് പ്രാർത്ഥിക്കുമോ?" അപ്പം ഞാൻ പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഗ്രൂപ്പും എല്ലാവരും പ്രാർത്ഥിക്കും. വോയിസ് മെസ്സേജും കൂടി ഒന്ന് ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൻ ക്രിസ്ത്യനാണ്, പക്ഷെ വൈഫ് ഹിന്ദു ആണ്. പക്ഷെ ഒരു ഇതില്ല പോണത്. പക്ഷെ ആ ചോദ്യത്തിൽ തന്നെ ഞാൻ കർത്താവ് നിന്നിൽ ആശ്രയിക്കാനാണ്, നിന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരു ഗ്യാപ്പിൽ എന്നോട് നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർ ആ വിശ്വാസം കർത്താവെ സാധിച്ചു കൊടുത്തതിന് സ്തോത്രം. പക്ഷെ ഞാൻ അപ്പം തന്നെ അവനോട് ഒരു കുഴപ്പമില്ല, ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ഇരിക്കാം, കീപ്പ് ഓൺ പ്രൈസിങ് ദ ലോഡ് എന്ന് പറഞ്ഞു. കീപ്പ് ഓൺ പ്രൈസിങ് ദ ലോഡ്. അപ്പോൾ അതേപോലെ ലൈക്ക്
we can speak to the sickness, we can speak to the calamities, scarcities, spiritual attack, ഇതെല്ലാം. അപ്പം അതേപോലെ അവനും വിശ്വാസത്തോടുകൂടി ആണ് ഫോൺ വെച്ചത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കും, ഓരോരുത്തർ പ്രാർത്ഥിച്ച വോയിസ് മെസ്സേജ് അയക്കും, മെസ്സേജ് അയക്കും. അപ്പോൾ കണ്ടിന്യൂലി ദേ വിൽ ബി ആക്റ്റീവ് ഇൻ ദാറ്റ് വേർഡ്. വേറെ ഡിസ്ട്രാക്ഷൻ വരില്ല. അപ്പം എനിമി എന്താ ചെയ്യുന്നത്, നമ്മളെ ഈ അസ്ഥികളിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വന്നത്. പക്ഷെ ആ ജീവനുള്ള ദൈവം അതിലേക്ക് ആ അസ്ഥികളാണെങ്കിലും ഏത് ഡ്രൈ സിറ്റുവേഷനായാലും അവിടെ ഒന്ന് വിശ്വസിച്ചാൽ മതി, ഒന്ന് തൊട്ടാൽ മതി. പക്ഷെ ദൈവത്തിന് നമ്മളും ഒപ്പം നിൽക്കാനാണ് ഇഷ്ടം. ഹി വാണ്ട്സ് us to be a partner with him. And we are in partner with him because he has created us in his own image. അപ്പോൾ ആ ഇമേജ്, അപ്പം നമ്മളെല്ലാവരിലും ആ ദൈവത്തിൻ്റെ ആ ഒരു അംശം ഉണ്ട്. that we have to make it bigger and bigger, and us we should decrease. അതാണ് നമുക്ക് ആ ഒരു ട്രുത്താണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ പറഞ്ഞ മാഡം എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇപ്പം ICUലേക്ക് മാറ്റി, എല്ലാം സക്സസ് ആയി എല്ലാം. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കാൻ, കർത്താവേ ദൈവമേ ഈ ഒരു മഹത്വത്തിൽ കൂടി എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ലാണ്ട് അവൻ എന്നെ വിളിക്കാൻ തോന്നില്ല. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ കുടുംബത്തെയും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തിൻ്റെ മഹത്വം ഇതോടുകൂടി അവസാനിപ്പിക്കുന്നത്, തുടരെ ആ മഹത്വത്തിൻ്റെ തന്നെ കുളിച്ചുകൊണ്ടിരിക്കാനാണ് എൻ്റെ പ്രാർത്ഥന. അവരറിയാനും, ദൈവത്തിൽ അറിയാനും, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും, ആ വിശ്വാസം പകർന്നു കൊടുക്കാനും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു എക്സാമിന് ഒരു കൊല്ലം എക്സാമിന് പോകുന്ന സമയത്ത് ഇതേപോലെ ലേറ്റായി ഞങ്ങൾ, കാരണം ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു. മറ്റേ റൈറ്റ് സൈഡിലുള്ള എല്ലാ ട്രാഫിക്കും വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഭാഗം അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ കോളേജിൽ നിന്നാണ് വിളിച്ചോണ്ടി, അത് ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പോൾ കോളേജിൽ നിന്നാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ എന്ന പേരായതുകൊണ്ട് A ആണ് അവളുടെ സ്റ്റാർട്ടിങ്. അതാണ് എപ്പോഴും ആദ്യമാണ് നമ്മളുടെ പേര് വരാം. അപ്പം മോള് പറഞ്ഞു, മാഡം എൻ്റെ അവസാനത്തേക്കും വേറെയും A ഉണ്ടല്ലോ, അവരെ വിളിക്കാൻ പറ്റും, ഞാനിപ്പോൾ ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, വാട്ട് വാസ് ഡൺ ഫോർ ഹാം ഹി വിൽ ചേഞ്ച് ഇറ്റ് ടു ഗ്രേറ്റ് ബ്ലെസ്സിങ്. ആൻഡ് അത് എനിക്ക് ഇതിൽ ലോർഡ് ഹല്ലേലൂയ ജോസഫ് ബ്രദേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, വാട്ട് വാസ് ഡൺ ഫോർ ഹാം ഗോഡ് ഹാസ് ചേഞ്ച് ടു ഗ്രേറ്റ് ബ്ലെസ്സിങ്. അത് തന്നെ ആ വേർഡ് എൻ്റെ ഒരു ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ലൈവായിട്ടുള്ളൊരു വേർഡാണ്. അപ്പോൾ അങ്ങനെ അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മൂന്നാമത്തെ വിളി വന്നു, ഇനി 10 മണിക്കുള്ളിൽ വന്നില്ലെങ്കിൽ യു കെ നോട്ട് അറ്റൻഡ് ദ ജൂറി എന്ന് പറഞ്ഞു. അപ്പോൾ മോള് ഞാൻ കൊച്ചൊന്ന് പേടിയായി. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല. അപ്പോഴാണ് മോശ ചെങ്കടലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഫറവോൻ്റെ ആൾക്കാർ വരുന്നതും ഇവർ അതിന് നടുക്കൽ. അപ്പോൾ ഒരു ചെങ്കടലും ദൈവം മക്കളെ തടസ്സമാക്കി വെക്കില്ല. അതേപോലെ ഞാൻ പറഞ്ഞ, കർത്താവെ ആ ചെങ്കടൽ 2ആക്കി അവിടെ വഴി ഉണ്ടാക്കിയത് നീയല്ല കർത്താവെ. ഒന്നിലും ആ പോലീസുകാരനോട് ആ റൈറ്റ് സൈഡിൽ നോക്കി റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പോയിക്കോളാൻ പറയാം, അല്ലെങ്കിൽ അവരോട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകാൻ ശ്രമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെയാണ് കർത്താവേ സ്തോത്രം, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ആ പോലീസ് മറ്റേ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങളുടെ പാത്ത് വെഹിക്കിൾസിനോട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ കോളേജിലെത്തി. ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു, മോളെ നീ പേടിക്കയക്കോ, കാരണം ലേറ്റായെന്ന് വെച്ചാൽ പേടിക്കയക്കോ, ജസ്റ്റ് തിങ്ക് ദാറ്റ് ജീസസ് ഇസ് ദയർ, ജൂറി ആയിട്ടിരിക്കുന്നത് ജീസസ് ആയിരിക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവൾ വേഗം ഡിക്കിയിൽ നിന്ന് മോഡലെടുത്ത് കഴിയുമ്പോഴേക്കും ഞാൻ ഡിക്കി എടുത്തിട്ട് ഡിക്കി അടച്ചു. കാരണം ഇവള് നീങ്ങിയെന്ന് വിചാരിച്ചു. പക്ഷെ അവളുടെ ഡിക്കിയത് അവളുടെ നെറ്റിമ മുട്ടി. അയ്യോ എന്ന് പറഞ്ഞിട്ട് അവൾ കരയാൻ പോയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, വാട്ട് വാസ് ഡൺ ഫോർ ഹാം ഹി വിൽ ചേഞ്ച് ടു ഗ്രേറ്റ് ബ്ലെസ്സിങ്. അത് പറഞ്ഞോടെ അവളുടെ ആ വേദനയും പോയി. അവൾ മോഡൽ എടുത്ത് സന്തോഷമായിട്ട് പോയി. സാധാരണ ഇത്തിരി കോമ്പറ്റീറ്റീവാണ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ. അപ്പോൾ സാധാരണ പിള്ളേർ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യില്ല. പക്ഷെ അന്ന് എല്ലാവരും വന്നു. ശരിക്കും മാലാഖമാർ പോലെ തന്നെ എല്ലാവരും വന്നിട്ട് എന്താ നിഷ ഹെൽപ്പ് വേണ്ടത്, അത് ഇത് ഇവിടെ ഒട്ടിക്കണേ, എവിടെ ഒട്ടിക്കണ്ടേ, അതൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് അവളുടെ ഷീറ്റ്സും ചാർട്ട്സും മോഡൽ എവിടെ വെക്കണ്ടേ അതൊക്കെ വെച്ച് അത് അവർ ഒട്ടിക്കാൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ജൂറർ ശരിക്കും കർത്താവിൻ്റെ പോലെ അവിടെ ഇരിക്കുന്നു. മുടിയും അത് നമ്മൾ കർത്താവിനെ നമ്മുടെ കാണുന്ന ഫോട്ടോസിലൊക്കെ കർത്താവിൻ്റെ മുടിയും എല്ലാം താടിയും എല്ലാം ഉണ്ട്. അതേപോലെ ആളത്തെ ഒരു ജൂറർ അവിടെ ഇരിക്കണം. എന്നിട്ട് അവർ പറഞ്ഞു, പിന്നെ വേറെ 2 ജൂററുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും സമയം ചെയ്തുകൊണ്ട് ഞങ്ങൾ 10 മിനിറ്റ്സ് അനുവദിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവർ 10 മിനിറ്റ്സ് അല്ല, അവൾ 1 അവറോളം അവളോട് സംസാരിച്ചു. കാരണം ഞാൻ പറഞ്ഞ, മോളെ നീ പേടിക്കണ്ട, ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഹൂസ് ഗോയിങ് ടു സ്പീക്ക് ത്രൂ യു. നീയല്ല സംസാരിക്കുന്നത്, ശരിക്കും ദൈവം തന്നെ അവിടെ തൊട്ടു. അവളെ മാത്രമല്ല തൊട്ടത്, അവിടെ എല്ലാവരും തൊട്ടു. അതുപോലെ ആ ജൂറിക്ക് നല്ല മാർക്കോടുകൂടി അവൾ പാസ്സായി. പ്രൈസ് ലോർഡ്, ഓൾ ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്. പിന്നെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ എനിക്ക് ഈ എസെക്കിയൽ 37:14 ഞാൻ ഇവിടെ ഒരു മണി പ്ലാന്റ് എനിക്ക് ആരോ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് വാടി. അപ്പം അന്ന് ഇതേപോലെ ഞാൻ എസെക്കിയൽ വായിച്ച് അതിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ മണി പ്ലാന്റ് അസ്ഥികൾ ജീവനോടെ വന്നെങ്കിൽ ഈ മണി പ്ലാന്റും ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ. ഈ മണി പ്ലാന്റിലും തൊട്ട് പ്രൈസ് ലോർഡ് ഈ വചനം വെച്ച് പൊതിഞ്ഞ സംസാരിച്ചാൽ സ്പീക്ക് ടു ദിസ് പ്ലാന്റ് കൊണ്ട് ഞാൻ എസെക്കിയൽ 37:14 ബ്രീത്ത് ഓൺ ദം ആൻഡ് ബ്രിങ് ദം ബാക്ക് ടു ലൈഫ് അത് പറഞ്ഞു. രാവിലെയാണ് ഞാൻ പറഞ്ഞത്. വൈകുന്നേരം എൻ്റെ വേറെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇത് മാടി എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം മീറ്റിങ്ങിന് ഞാൻ കയറിയാകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ഗ്രീനായി, പച്ച പിടിച്ച് ജീവൻ വെച്ചു. അപ്പോൾ അതേപോലെ 2 പ്രാവശ്യം ഇതേപോലെ തക്കാളിയും ചെടിയും ഇതേപോലെ വാടിച്ചു. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ ഓരോ മെസ്സേജസ് കേൾക്കുമ്പോൾ എനിക്ക് എന്നെ തൊട്ടൊരു വേർഡാണ് 2 Corinthians 5:21. Christ was without sin, but for our sake God made him share our sin in order that in union with him we might share the righteousness of God. Nobody is perfect. Only through him we are perfect because he did. നമ്മുടെ പാപമാണ് ദൈവം എടുത്തത്. ആ സ്നേഹമാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ലവ് വി ആർ സർവൈവിങ്. നമ്മൾ ഓരോ പാപം സോറി പറയും, പിന്നെയും ആ പാപം തന്നെ ചെയ്യും, പിന്നെയും പറയും സോറി പറയും, പിന്നെയും ആ പാപം ചെയ്യും. എന്നിട്ടും നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് mercy and grace and his love, because he took our sin on himself. God treated him as if he had committed every sin ever committed by every person who would, praise God, hallelujah, ever believe, though in fact he had committed none of them. ഒന്നും ചെയ്യാണ്ട് ആ കുഞ്ഞാടൻ്റെ പോലെയാണ് നിന്നത്. അപ്പോൾ ഇപ്പം ഇത് വായിച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ഞാൻ മെസ്സേജ് കണ്ടത്, നമ്മുടെ ഈ സ്പോട്ട്ലെസ് ലാമ്പ് ആ ലാമ്പിനെ ഒരു പാമ്പ് വന്ന് കടിച്ചു, പോയിസൺ കേട്ടു. അപ്പോൾ ഈ ലാമ്പ് അനങ്ങാതെ ഇരിക്കണം, ബിക്കോസ് ഹീ നോസ്
ബിക്കോസ് അവനിലുള്ള അവൻ്റെ ബ്ലഡ് ഈ പാമ്പിൻ്റെ പോയ്സൺ കയറുമ്പോൾ അതെല്ലാം നള്ളിഫൈഡ് ആവും. അതാണ് ക്രിസ്തു. ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ആ രക്തം, ആൻഡ് ഹി ഹാസ് ഡിഫീറ്റഡ് എവറിത്തിങ്, every sin means every sin, so that means he has defeated all the diseases, he has cured. അതാണ് സങ്കീർത്തനം 103 പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ forgive all your sins and all your diseases. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇത്തിരി മിറക്കിൾ തന്നെയാണ്. ഞാൻ ഈ സെയിം സ്പോട്ടിൽ ട്യൂമർ വന്നവരൊക്കെ കോമയിലിരിക്കുന്നുണ്ട്, കോമയിലുള്ളവരെ എനിക്കറിയാം. പിന്നെ നടക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, ചിലർ അങ്ങനെ പല പ്രശ്നങ്ങളായിട്ടുള്ള. പിന്നെ ഇങ്ങനെ ഓടിയോണ്ട് നടക്കുമ്പോൾ എനിക്ക് പേടി വരുന്നു. അപ്പം ഞാൻ ആദ്യം എപ്പോഴും ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ ഈ ഒരു സംസാരം, അതാണ് ശത്രു നമ്മൾ എത്ര എല്ലാം ജയിച്ചാലും നമ്മളെ വെറുതെ വിടില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മളെ ഫീൽ ചെയ്യും, അപ്പം എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, എനിക്ക് തോന്നണം എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, അപ്പോൾ ഞാനിനി സൂക്ഷിക്കണോ, ഞാൻ രോഗിയെ പോലെയൊക്കെ എടുക്കണം. പിന്നെ അപ്പോഴാണ് ഇത് ഞാൻ വായിച്ചത്, 2 Corinthians 5:20. He has defeated everything. പിന്നെ ഞാൻ എന്തിനാ, he has spilled his blood for our sin. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ? പിന്നെ praise Lord, hallelujah, thank you Jesus, നന്ദി അപ്പ, praise God, hallelujah, hallelujah, hallelujah. രക്തസ്രാവ സ്ത്രീ, അവർ തൊങ്ങൽ ജീസസിൻ്റെ ആ തിരക്കൻ എല്ലാം അറിയാം, അവൾ വരാൻ പാടില്ല എന്നെല്ലാം അറിയാം. പക്ഷേ അവളുടെ വിശ്വാസം, ഞാൻ ആ തൊങ്ങലിൽ, ആരും അറിയില്ല, ഞാൻ ആ തൊങ്ങലിൽ പിടിച്ചാൽ ഞാൻ സൗഖ്യപ്പെടും. അപ്പോൾ ആ വചനം എനിക്ക് ഓർമ്മ വന്നു. കാരണം എനിക്ക് 2019 വരെ, എനിക്ക് 2006 എനിക്കൊരു സ്ലിപ്പ് ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം വായിച്ചപ്പോൾ, ഈ തൊങ്ങലിൽ തൊട്ട് ആ രക്തസ്രാവശ്രീ പൂർണ്ണ സൗഖ്യമായെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? എൻ്റെ കയ്യിൽ ബൈബിളുള്ളത്, ആ ബൈബിൾ മുഴുവൻ ദൈവത്തിൻ്റെ വചന, ആൻഡ് വചനം ഇസ് ഗോഡ്, വേർഡ് ഇസ് ഗോഡ്. സോ വൈ ഡോണ്ട് ഐ ടച്ച് മൈ ഹിപ്പ് വിത്ത് ദ വേർഡ്? ഞാൻ ആ ബൈബിൾ വെച്ച് തൊട്ട് കഴിഞ്ഞ് ആ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് ആ വചനം തൊട്ട് അത് കഴിഞ്ഞപ്പോഴാണ്, മറ്റേത് എനിക്ക് ഇരുന്നിട്ട് എണീക്കുമ്പോഴോ കിടന്നിട്ട് എണീക്കുമ്പോഴോ ഒക്കെ ഇച്ചിരി ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ശരിയാവും. അത് കഴിഞ്ഞിട്ട് ആ വേദന മാറി. പക്ഷേ ഈ പ്രാവശ്യം പിന്നെയും ആ ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സും എൻ്റെ മൈൻഡിൽ വരും. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സാണ് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ആദ്യം ഇവനെ അറ്റാക്ക് ചെയ്യുന്നത് മൈൻഡിനെ. ഒന്നിൽ മറ്റുള്ളവരോ വാക്കുകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ സ്പിരിറ്റ് ഓഫ് ലൈ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ അതിൽ നമ്മൾ ഡ്വെൽ ചെയ്താൽ, അതിൽ ഡ്വെൽ ചെയ്യുമ്പോഴാണ് അവിടെ ഡാർക്ക്നെസ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് സംശയങ്ങളും പേടിയും ആങ്കർ, ജലസി ഇതെല്ലാം വരുന്നത്, ചിലപ്പോൾ സെൽഫ് കൺട്രോളും എല്ലാം പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വചനം, എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ആ പ്രശ്നത്തിലേക്ക് നോക്കാതെ ആ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഉള്ള സമാധാനം, ഭയങ്കര സമാധാനം. അതാണ് ഇന്നലെ സന്ന പാസ്റ്റർ വായിച്ചില്ലേ, ഫിലിപ്പിയൻസ് 3:6-7-8. Don't worry about anything, but in all your prayers ask God for what you need. Always ask Him with a thankful heart, and God's peace, which is far beyond human understanding, നമ്മൾ അതും ഇതും ആലോചിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റിലാക്സ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, God's peace, which is far beyond human understanding, will keep your hearts and minds safe in union with Jesus Christ. When we are in union with Jesus Christ, that is, we are becoming one. നമ്മൾ ഒന്നായി ദൈവമായിട്ട് അവിടെ ലയിച്ച് ആ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ we become one, and we are decreasing and He is increasing. When He is increasing in us, that is when നമ്മളിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് ആ സമാധാനം കിട്ടുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സോള്
ദൈവത്തിനെ കണ്ടപ്പോൾ അതുവരെയ്ക്കും സോൾ വെച്ച് ദാറ്റ് ഇസ് മൈ കോളിംഗ് ഇസ് ടു കിൽ ഓൾ ദ ക്രിസ്ത്യൻസ്. പക്ഷേ ആ യേശുവിനെ കണ്ടുമുട്ടി. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആരാ എന്നെ ദ്രോഹിക്കണേ, ആരാണ് എന്നെ എന്ന് ചോദിച്ചപ്പോൾ നീ എന്താ എന്നെ ദ്രോഹിക്കുന്നത്, നീ ദ്രോഹിക്കുന്ന യേശുവാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെയാണ് അവൻ മാറിയത്. ഹിസ് ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഇസ് സോൾ ടു പോൾ. അപ്പോൾ എൻ്റെ യാത്ര ഇസ് ത്രൂ മൈ സൺ, എൻ്റെ മോൻ. അവൻ ആദ്യം എവിടേക്ക് ഹിന്ദു ഇതിലേക്ക് 10ൽ പഠിക്കുമ്പോഴാണ് ഹിന്ദു ഒരു ഇതിലേക്ക് പോയി തുടങ്ങിയത്. കാരണം അവിടെ ടീച്ചേഴ്സ് എല്ലാം ഹിന്ദു ആയിരുന്നു. അപ്പോൾ ഈ ടീച്ചേഴ്സിനോട് അവന് ഭയങ്കര അടുപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 12th പോയപ്പോൾ ഏത്തിസ്റ്റായി. കാരണം അവൻ്റെ ഒരു ക്ലാസ് ടീച്ചർ ഏത്തിസ്റ്റായിരുന്നു. അപ്പോൾ ആരോടാണ് ഇഷ്ടം അതനുസരിച്ചായിരിക്കും. അവിടെ നിന്നാണ് ആദ്യം എനിക്ക് ഭയങ്കര ദേഷ്യവും ഇതൊക്കെയായിരുന്നു. കാരണം എന്താ നീ പറയണേ, നീ യുവർ എ ക്രിസ്ത്യൻ. പക്ഷേ ഞാനൊന്നും മനസ്സിലാക്കില്ല. ഐ ഷുഡ് ഓൾസോ ഷോ ആസ് ദാറ്റ് ഐ എം എ ക്രിസ്ത്യൻ. അപ്പം ഞാൻ ആ സെർച്ചിൽ ഇനി ഇവനോട് എന്തോ ഉത്തരമാണ് ഞാൻ പറയണ്ടേ, ഇവനോട് എന്തോ ഉത്തരമാണ് ഞാൻ പറയണ്ടേ, എനിക്ക് ഉത്തരമില്ല. കാരണം എനിക്ക് അറിയില്ല. കാരണം എനിക്ക് സംസാരിക്കാൻ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഉത്തരം വെച്ചിട്ട് അവൻ ട്രാൻസ്ഫോംഡ് ആവില്ലേ? ഓൺലി ത്രൂ ജീസസ്, ഓൺലി ത്രൂ ഹിസ് വേർഡ്. അതാണ് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ ഫിലിപ്പിയൻസ് 3:8 പറയുന്നത്, ഇൻ കൺക്ലൂഷൻ മൈ ബ്രദർ, ഫിൽ യുവർ മൈൻഡ്സ് വിത്ത് ദോസ് തിങ്സ് ദാറ്റ് ആർ ഗുഡ് ആൻഡ് ദാറ്റ് ഡിസേർവ് പ്രൈസ്, things that are true, noble, right, pure, lovely, and honorable. Put into practice what you learned and received from me, both from my words and from my actions, and the God who gives us peace will be with you. അപ്പോൾ അവിടെ നിന്ന് തൊട്ട്, ദാറ്റ് ഈസ് 2009, 8 ഒക്കെ ആയിരിക്കും. അവിടെ നിന്നാണ് അതുവരെയ്ക്കും എനിക്ക് ബൈബിള് ഞാൻ കണ്ണടച്ച് തുറക്കും വായിക്കും, അങ്ങനെയായിരുന്നു. പിന്നെയാണ് ഞാൻ ബൈബിള് വായിച്ചു തുടങ്ങിയത്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു, എങ്ങനെയാണ് ഈ വചനം നമ്മൾ എല്ലാവരും പഠിക്കുന്നത്, എങ്ങനെയാണ് വചനം എല്ലാവരും പറയുന്നത്. അങ്ങനെ ദൈവം എന്നെ ഓരോ സിറ്റുവേഷനിൽ കൂടി എന്നെ ദൈവം വചനം പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അപ്പം എനിക്കൊന്നും ബൈ ഹാർട്ട് ആക്കേണ്ടിയൊന്നുമില്ല. പക്ഷേ ഇറ്റ് ടച്ച്ഡ് മീ, ദ വേർഡ് ടച്ച്ഡ് മീ. ആൻഡ് സ്ലോലി ഓരോ ഏരിയയും എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനോടൊപ്പം അവനെയും ട്രാൻസ്ഫോം ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് ലവ്, പീസ്, ജോയ്, ജെന്റിൽനെസ്, കൈൻഡ്നെസ്, സെൽഫ് കൺട്രോൾ. അപ്പോൾ ഒരുവിധം ആയി വരുന്നു. പക്ഷേ ഈ സെൽഫ് കൺട്രോളും ആങ്കറും, ആ സെൽഫ് കൺട്രോളും ആങ്കറും ജയിക്കണമെങ്കിൽ ഞാൻ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ച ദൈവം എൻ്റെ ദേഷ്യം മാറ്റണേ, എനിക്ക് സെൽഫ് കൺട്രോൾ വേണം. അത് പറഞ്ഞുകൊണ്ടാൽ ശരിയാണെന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി, ദൈവം ഞാൻ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ആ സിറ്റുവേഷൻ തന്നെ എൻ്റെ മുമ്പിലിടും. ആ സിറ്റുവേഷനിൽ കൂടി ഞാൻ ജയിക്കണ വരെ ദൈവം അതെൻ്റെ മുമ്പിലിടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഓരോ സമയത്തും ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ നോക്കും. ഓക്കെ, എങ്ങനെയാണ് സംസാരിച്ചത്, അപ്പോൾ ഞാൻ ഇനിയും ശരിയാവുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പനോട് പറയും, അപ്പം എനിക്ക് തന്നെ പറ്റില്ല, ഐ നീഡ് യുവർ ഗ്രേസ് ആൻഡ് മേഴ്സി. അപ്പോൾ ഇനിയും വളരാനുണ്ട്, ഇനിയും ഇഷ്ടം പോലെ വളരാനുണ്ട്. അപ്പോൾ ഇനിയും പ്രാർത്ഥിച്ചപ്പോൾ അത് ആ ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് തന്നെ നിറവേറ്റുന്നുള്ള ഉറപ്പുണ്ട്. അതായിരിക്കും എനിക്ക് ഈ ഇത്രയും വലിയൊരു മിറക്കിൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വരാൻ പറ്റിയത്. അതേപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പാസ്റ്റർ ഞാൻ വേറെ വചനം കേൾക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, ബിനു പാസ്റ്റർ. അപ്പോൾ ബിനു പാസ്റ്റർ പറഞ്ഞു, ഈ വചനം നിങ്ങൾ കൈമയും കാൽമയും തൊട്ട് ഏറ്റെടുക്കുക. അപ്പോൾ Psalms 18:31-42. Now I run like a deer. I am king of the mountains. He shows me how to fight. Can bend a bronze bow. You protect me with a firm hand. Cast me with your gentle ways. അപ്പം ഈ വചനം, കർത്താവ് യേശുവേ, എവിടേക്കും നമുക്ക് വചനം എത്തിക്കാൻ പറ്റുന്നത്, അത് എത്തിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ തന്നെ വരും. അത് ഞാൻ എൻ്റെ കൈമയും കാലുമയും എന്നെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ബിക്കോസ് എനിക്ക് തന്നെ സംസാരിക്കാനുള്ള കഴിവും എടുക്കുമില്ല. പശ്ചാത്മാവ് തന്നെ എന്നിൽ കൂടി സംസാരിക്കണം. അപ്പോൾ ആ വചനം ഞാൻ അന്ന് ആ കിടക്കേണ്ടെന്ന് ഞാൻ കേട്ടുകൊണ്ട് ഞാൻ ക്ലെയിം ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആദ്യം എനിക്ക് സംസാരിക്കാൻ പറ്റിയത് ദൈവം അനുവദിച്ച് സർവണ പാസ്റ്ററിൻ്റെ ഈ ഒരു ഫെലോഷിപ്പിലാണ് എനിക്ക് സംസാരിക്കാൻ
ഒരു അവസരം തന്നത്. അതേപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദ റെസ്റ്റ് ഇറ്റ് ഈസ് ഫോളോയിങ്, ആൻഡ് ഗോഡ് ഈസ് ഹെൽപ്പിംഗ് മീ ടു സ്പീക്ക്. ആൻഡ് താങ്ക് യു ലോഡ് ഫോർ എവറിത്തിങ് ലോഡ്. താങ്ക് യു ജീസസ്, പ്രേസ് ജീസസ്, ഹല്ലേലൂയ. അപ്പോൾ ഈ വേറെ ഈ ഫിലിപ്പിൻസ് 3:8 പറഞ്ഞില്ലേ, ഇൻ കൺക്ലൂഷൻ മൈ ബ്രദേഴ്സ്, ഫിൽ യുവർ മൈൻഡ് വിത്ത് ദോസ് തിങ്സ് ദാറ്റ് ആർ ഗുഡ്, ദാറ്റ് ഡിസേർവ് പ്രൈസ്, തിങ്സ് ദാറ്റ് ആർ ട്രൂ, നോബിൾ, റൈറ്റ്, പ്യുവർ, ലവ്ലി ആൻഡ് ഓണറബിൾ. അപ്പോൾ പലപ്പോഴും പണ്ട് കുറേ വർഷങ്ങൾ ഞാൻ വേസ്റ്റ് ചെയ്യുന്നത് ഓരോരുത്തർ വചനത്തിന് കൂടുതൽ ഓരോരുത്തർ വാക്കുകൾ എന്നെ മുറിവേൽപ്പിക്കുമ്പോൾ അതിൽ ഞാൻ ഡ്വെൽ ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് എൻ്റെ BP അല്ലാതെ കൊളസ്ട്രോളോ വരാം, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരാം, ഇതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഈ വചനം കയറിയതോടെ എനിക്കത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ഒരിക്കൽ ഞാൻ ഓരോ വാക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പം ഞാൻ പറഞ്ഞ കർത്താവ്, ഒരാഴ്ച ഞാൻ കർത്താവിൻ്റെ കാൽക്കൽ ഞാൻ ഇരുന്ന് സൈലൻ്റായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കിത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം തന്നെ എന്നെ സഹായിക്കണം. അങ്ങനെ ഒരു ആഴ്ച ഇന്നും സൈലൻറ്റ് പ്രയറായിരുന്നു, വേറെ ഒന്നും എനിക്ക് പറയാനില്ല, എനിക്ക് കർത്താവ്. പക്ഷെ അത് കഴിഞ്ഞ് ആ ഒരാഴ്ച, ഒരു 5-8 കൊല്ലം ഉണ്ടാവും, ആ ഒരു ആഴ്ച ഞാൻ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ ഐ ബിക്കം എ ന്യൂ പേഴ്സൺ എന്ന് എനിക്കെന്താ മനസ്സിലായി. ബിക്കോസ് എനിക്ക് സമയമില്ല, ഐ ഡോണ്ട് ഹാവ് ടൈം ടു തിങ്ക് അബൌട്ട് വാട്ട് അതേഴ്സ് ആർ തിങ്സ്. മറ്റുള്ളവർ എന്താ സംസാരിക്കുന്നത് എനിക്ക് ആലോചിക്കാനുള്ള നേരമില്ല, ഒന്നുമില്ല. എനിക്ക് അപ്പൻ്റെ അടുത്ത് അവിടെ പോയിരിക്കണം. ഹസ്ബൻഡ് രാവിലെ ഓഫീസിൽ പോയാൽ എനിക്ക് അപ്പൻ്റെ അടുത്ത് പോയിരിക്കണം. അവിടെ ചിലപ്പോൾ 1 hour 2 hour 3 hour ഇരുന്നാലും മതിയാവില്ല, അത്രയ്ക്കൊരു ദാഹം വന്നു. അതോടുകൂടി ആരിത് മാറി. എന്നാലും ചില സമയത്ത് അത് പിന്നെ വരും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് വൈ എന്താണ് ഇവരിങ്ങനെ പറയണേ. അപ്പം അതെനിക്ക് ഡിസ്റ്റർബ് ചെയ്യില്ല, പക്ഷെ എന്നാലും അതെൻ്റെ മൈൻഡിൽ അവൻ ഇടയ്ക്ക് ഇടും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ, ഇറ്റ് ഈസ് എ ഡിസ്ട്രാക്ഷൻ. ദാറ്റ് ഈസ് ദ എനിമീസ് ട്രാപ്പ്. അതാണ് ഒഫൻസ് ഒരു വലിയൊരു ട്രാപ്പാണ്. ആ ഒഫൻസ് നമ്മൾ ജയിക്കണമെങ്കിൽ കർത്താവിൽ തന്നെ വചനം തന്നെ ധ്യാനിച്ച് തന്നെ ആ കർത്താവിൻ്റെ ഇമേജിൽ വരാണ്ട് നമുക്ക് തന്നെ പറ്റില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ, സ്തോത്രം. All glory to you, Lord. Thank you, Lord, for this blessed fellowship, Lord. Thank you, Lord, for giving me the opportunity, Lord, to speak your word. Wherever your word is there, Appa, there is peace, Lord. We pray for this world, Kartave. Appa, they may be we all together, each and everyone in this group, Kartave. ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഈ ന്യൂസിൽ കേൾക്കുന്ന ഓരോ സിറ്റുവേഷനും കർത്താവ് നീ അറിയാതെ ഒന്നുമല്ലല്ലോ കർത്താവെ. ദൈവമേ അവിടെ എല്ലായിടത്തും ഈ ലോകത്തിലെ ഓരോ നൂക്ക് ആൻഡ് കോർണറിലും ദൈവമേ അപ്പൻ്റെ രക്തം ദൈവമേ തെളിക്കണേ കർത്താവെ. യേശുവേ നന്ദി അപ്പാ, യേശുവേ സ്തോത്രം. ദൈവമേ എല്ലാ ഫാമിലീസിലും, മക്കളിലും, ഇൻസ്റ്റിറ്റ്യൂഷൻസിലും, ജോലി സ്ഥലത്തും ദൈവമേ എല്ലായിടത്തും കർത്താവെ, പള്ളിയിലും എല്ലാ മിഷണറി വർക്കിന് വേണ്ടി ഓടിക്കൊണ്ട് നടക്കുന്ന എല്ലാവരെയും, അപ്പൻ്റെ വചനം പകർന്നു കൊടുക്കുന്ന എല്ലാവരെയും കർത്താവെ യേശു നാമത്തിൽ കർത്താവെ പശാത്മാവ് നിറയ്ക്കണ അപ്പ. As you have said, I'll fill your cup up to the brim into Psalm 23 കർത്താവെ. യേശുവേ സ്തോത്രം യേശുവേ ഷീറ റഖ ബാബ, ഹല്ലേലൂയ, ഹുറ ഹല്ലേലൂയ. നന്ദി യേശുവേ സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. In the name of Jesus Christ കർത്താവെ, ദൈവമേ സുഖമില്ലാതെ കിടക്കുന്നവരെയും കർത്താവെ ഏത് അസുഖമാണെങ്കിലും അപ്പം നീ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവമേ എല്ലാ അസുഖത്തെയും ദൈവമേ ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു അപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. എല്ലാ പാപങ്ങളെയും നീ ദൈവമേ ഫൊർഗീവ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. ആ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെയും കർത്താവെ, ഞങ്ങളുടെ ഈ ഫെലോഷിപ്പിനെയും, ഞങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലീസിനെയും, ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന എല്ലാവരെയും, whoever come in contact with us, എല്ലാവരെയും കർത്താവെ. സാറിന് പാസ്റ്റർ പോണ ഓരോ മീറ്റിങ്ങിനെയും, കോളേജിൽ പഠിപ്പിക്കുന്ന പിള്ളേരെയും എല്ലാവരെയും കർത്താവെ, എല്ലാ യൂത്തിനെയും, എല്ലാ വൃദ്ധന്മാരെയും കർത്താവെ, എല്ലാ കുഞ്ഞു മക്കളെയും എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. സർജറിക്ക് വേണ്ടി തയ്യാറാവുന്നവരെയും ദൈവമേ എല്ലാവരെയും അപ്പ ഏൽപ്പിക്കുന്ന അപ്പൻ്റെ മഹത്വം ഇറങ്ങി വരണ കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളെയും ദൈവമേ അവരെ തുടരണേ കർത്താവെ. യേശുവേ ദൈവമേ അപ്പനിൽ നോക്കാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണേ കർത്താവെ. ആൻഡ് ബ്ലെസ് them to see your glory and glorify your name കർത്താവെ, because you are above all other names, Lord Jesus. കർത്താവെ യേശുവേ സ്തോത്രം കർത്താവെ. And every name bows down to you,
ലോർഡ് കർത്താവേ, താങ്ക് യു ജീസസ്, പ്രേസ് യു ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു അപ്പ. ദൈവമേ, എല്ലാവരെയും കുടുംബത്തെ അപ്പനെ ഏൽപ്പിക്കുന്നു കർത്താവേ. യേശുവേ, സ്തോത്രം 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 കർത്താവേ. കർത്താവേ, ആശേരിയുടെ കയ്യിൽ ഒന്ന് മരം കൊടുത്താൽ അവൻ ഹി വിൽ മേക്ക് ഇറ്റ് ടു യൂസ്ഫുൾ തിങ് നോ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ തന്നാൽ ഒന്നാണ് അതേപോലെ ആണല്ലോ കർത്താവെ. കർത്താവിനെ ഏൽപ്പിച്ചാൽ ദൈവമേ, പിന്നെ ഞങ്ങൾ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്, ബിക്കോസ് യു ഹാവ് സെഡ് കം ടു മീ ഓൾ ഹു ലേബർ ആൻഡ് ഹെവി ലേഡൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ് ബിക്കോസ് മൈ യോക്ക് ഇസ് ഈസി, ഐ എം ഹംബിൾ ആൻഡ് കം. ദൈവമേ, ഞങ്ങളെല്ലാവരും ആ ഹ്യൂമിലിറ്റി കൊണ്ട് നിറയ്ക്കണേ കർത്താവെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, glory be to the Father, and to the Son, and to the Holy Spirit, as it was the beginning, is now, and ever shall be, world without end. Amen. സ്തോത്രം. Amen. 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 Praise God. Praise God. Praise God. അനുഗ്രഹിക്കപ്പെട്ട നല്ല കർത്താവിന്റെ വചനങ്ങൾക്കായി, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവർക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് ഈ സമയത്തെ ദൈവ പൈതലിലൂടെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതിനായി കർത്താവിന് നന്ദി പറയുന്നു. അതിന്റെ എല്ലാ ആശയങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വിത്ത് ലിവിങ് ടെസ്റ്റിമോണി, ജീവനുള്ള സാക്ഷിയോടുകൂടെ നമുക്ക് കർത്താവ് പകർന്നു തന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും ഇന്നും നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ജീവിക്കുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നതിൽ വ്യക്തമായ സാക്ഷ്യങ്ങളായിരുന്നു ഈ വചന ശുശ്രൂഷ. എല്ലാവർക്കും പ്രയോജനമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സംസാരിക്കുക, ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുക. സ്തോത്രം. ദൃശ്യമണ്ഡലത്തിലും അദൃശ്യമണ്ഡലത്തിലും ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുക. സ്തോത്രം. അസാധ്യങ്ങളെ നോക്കി ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുക.